യൂറോപ്പിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജർമ്മനി മാത്രമല്ല ഓപ്ഷൻ, ഫ്രാൻസ് മാത്രമല്ല ചാൻസ്, ഇറ്റലി മാത്രമല്ല ഡ്രീം. ഒരു കൺട്രി ഉണ്ട്, യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ലോ ബഡ്ജറ്റിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, നമ്മളിൽ പലരും സീരിയസ് ആയി കൺസിഡർ ചെയ്യാത്ത ഒരു കൺട്രി, ഹംഗറി. വിസ റിജക്ഷൻ ഭയന്ന് ഡ്രീം ഡ്രോപ്പ് ചെയ്തവർക്ക്, ലോൺ പ്രഷർ ഇല്ലാതെ യൂറോപ്പ് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഇംഗ്ലീഷ് മീഡിയത്തിൽ യൂറോപ്പ് ലൈഫ് എക്സ്പീരിയൻസ് വേണമെന്നുള്ളവർക്ക് ഹംഗറി ആക്ച്വലി മേക്ക് സെൻസ്. ഹംഗറി നിങ്ങൾക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ സ്റ്റഡി അബ്രോഡ് സീരീസ് ബൈ JNS ഗ്ലോബൽ. ഹംഗറി ഒരു ഷെങ്കൻ കൺട്രിയാണ്. അതായത് ഹംഗറി വിസ ഉണ്ടെങ്കിൽ യൂറോപ്പിൽ മൾട്ടിപ്പിൾ കൺട്രീസ് ട്രാവൽ ആക്സസ് കിട്ടും. സൈസ് വൈസ് വലിയ കൺട്രി അല്ല, പക്ഷേ എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റുഡന്റ് ഇൻഫ്ലോയിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. സെൻട്രൽ യൂറോപ്പ് ലൊക്കേഷൻ, സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ഇമിഗ്രേഷൻ പോളിസീസ്, കോസ്റ്റ് എഫക്റ്റീവ് യൂറോപ്യൻ എഡ്യൂക്കേഷൻ, സേഫ് ആൻഡ് പീസ്ഫുൾ ലിവിംഗ് എൻവയോൺമെന്റ്. ബിഗ് നെയിം കൺട്രി ആവണമെന്നില്ല, റൈറ്റ് വാല്യൂ കൺട്രി ആയാൽ മതി. ഹംഗറി യൂറോപ്പിൽ അക്കാദമിക്കലി റെസ്പെക്ടഡ് കൺട്രിയാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ റാങ്ക്ഡ് എക്കണോമി, സ്ട്രോങ് IT ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിസർച്ച് ഫോക്കസ്, EU എഡ്യൂക്കേഷൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നു. ഹംഗറിയെ കുറിച്ച് നമുക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കാം. ഹംഗറിയുടെ ക്യാപിറ്റൽ ബുഡാപെസ്റ്റ് ആണ്. ഇവിടുത്തെ കറൻസി ഹംഗേറിയൻ ഫോറന്റ് ആണ്. സെൻട്രൽ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിന് സ്ലോവാക്കിയ, റൊമാനിയ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തിയുണ്ട്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഹംഗേറിയൻ ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷ് വ്യാപകമായി ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 3.5 മണിക്കൂർ പിന്നിലാണ് ഹംഗറിയുടെ ടൈം. ഇംഗ്ലീഷിൽ പഠിക്കാനും ജീവിക്കാനും സ്ലോലി യൂറോപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന സ്റ്റുഡന്റ് ഫ്രണ്ട്ലി കൺട്രിയാണ് ഹംഗറി. ഹംഗറിയുടെ എക്കണോമി ഡൈവേഴ്സിഫൈഡ് ആണ്. ഒരേ ഒരു സെക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കൺട്രി അല്ല. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ സ്റ്റഡിലി ഗ്രോത്ത് നടക്കുന്നു. ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിക്കൽ റിസർച്ച് എന്നീ സെക്ടേഴ്സ് ഹംഗറിയുടെ സ്ട്രെങ്ത് ആണ്. എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിൽ നല്ല എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക് സെക്ടേഴ്സും കൺട്രി എക്കണോമിക്ക് സ്ട്രോങ് സപ്പോർട്ട് നൽകുന്നു. റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ പാർക്സ് വഴി സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും റിയൽ ടൈം എക്സ്പോഷർ ലഭിക്കുന്നു. സ്റ്റുഡൻസിന് പാർട്ട് ടൈം വർക്ക് ചെയ്യാനും പഠനം കഴിഞ്ഞ് ജോബ് എക്സ്പോഷർ കിട്ടാനും റിയലിസ്റ്റിക് ആയ മാർക്കറ്റാണ് ഹംഗറി. ഹംഗറിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രാക്ടിക്കൽ ലേണിംഗും റിസർച്ച് ഫോക്കസും ബാലൻസ് ചെയ്തതാണ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് 3 മുതൽ 4 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളതാണ്. കോൺസെപ്റ്റ് ബേസ്ഡ് ലേണിംഗ് ആണ് UG ലെവലിൽ എംഫസിസ് നൽകുന്നത്. അസൈൻമെന്റ് പ്രൊജക്ട്സ് വഴിയാണ് സബ്ജക്ട് സ്റ്റുഡൻസിന് ക്ലിയർലി ഗ്രാസ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് 1 മുതൽ 2 വർഷം വരെ ഡ്യൂറേഷൻ ഉള്ളതാണ്. റിസർച്ചും അപ്ലൈഡ് ലേണിംഗും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത കരിക്കുലമാണ്. ഇന്റർനാഷണൽ ജോബ് മാർക്കറ്റിന് റെലവന്റ് ആയ സ്കിൽസ് ആണ് PG ലെവലിൽ ഡെവലപ്പ് ചെയ്യുന്നത്. പബ്ലിക് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഹംഗറിയിൽ അവൈലബിൾ ആണ്. എല്ലാ ഡിഗ്രീസും EU റെക്കഗ്നൈസ്ഡ് ആയതിനാൽ തന്നെ ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഉറപ്പാണ്. മാത്രമല്ല, ഫീ സ്ട്രക്ചർ മറ്റ് യൂറോപ്യൻ കൺട്രീസുമായി കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിൾ ആണ്. മാർക്സ് കളക്ട് ചെയ്യാനല്ല, തിങ്കിങ് പ്രൊഫഷണൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഹംഗറിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഹംഗറിയിൽ സ്റ്റുഡൻസ് അധികം ചൂസ് ചെയ്യുന്ന ചില പോപ്പുലർ യൂണിവേഴ്സിറ്റീസ് ഇതാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സെഗറ്റ് റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസ് കൊണ്ടും സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടും ഫേമസ് ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഡെബ്രസൻ സയൻസ്, ഹെൽത്ത്, എഞ്ചിനീയറിംഗ് കോഴ്സസിൽ സ്ട്രോങ് റെപ്യൂട്ടേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. ബുഡാപെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് എക്കണോമിക്സ് എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖലയിൽ ടോപ്പ് ചോയ്സ് ആയി നിൽക്കുന്നു. യൂണിവേഴ്സിറ്റി നെയിം മാത്രം നോക്കണ്ട, കോഴ്സ് എന്താണ് നൽകുന്നത്, പഠിച്ചതിനു ശേഷം എന്താകും ഔട്ട്കം എന്നതാണ് റിയലി മാറ്റർ ചെയ്യുന്നത്. ഹംഗറിയിൽ മേജർ ഇൻടേക്ക് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. അതിനൊപ്പം ഫെബ്രുവരി മൈനർ ഇൻടേക്കായി അവൈലബിൾ ആണ്. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുമ്പോൾ കുറഞ്ഞത് 60% അക്കാദമിക്സ് വേണം. മാത്രമല്ല, IELTS ഏകദേശം 6 സ്കോർ ആവശ്യമാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് മിനിമം 60% മാർക്ക് വേണം. IELTS സാധാരണയായി 6.5 അറൌണ്ട് എക്സ്പെക്ട് ചെയ്യുന്നു. മാത്രമല്ല, അക്കാദമിക്സിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിസ സക്സസ് മാർക്സ് മാത്രമല്ല തീരുമാനിക്കുന്നത്, ലോജിക്കുള്ള പ്രൊഫൈലും ക്ലിയർ പ്ലാനിങ്ങും തന്നെയാണ് ഫൈനൽ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഹംഗറി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യൂറോപ്യൻ കൺട്രിയാണ്, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്.
അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസിന്റെ ട്യൂഷൻ ഫീ സാധാരണയായി ഒരു വർഷം ഏകദേശം 3000 മുതൽ 6000 യൂറോ വരെ മാത്രമാണ്. ലിവിംഗ് എക്സ്പെൻസ് കൂടി എടുത്താൽ ഒരു വർഷം ശരാശരി 8000 മുതൽ 10,000 യൂറോ വരെ മതിയാവും. ഹംഗറിയിൽ സ്റ്റുഡൻസിന് പഠനകാലത്ത് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ നിയമപരമായ അനുവാദമുണ്ട്. വെക്കേഷനിൽ ഫുൾ ടൈം ജോലി ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. സ്റ്റഡീസ് കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഇതിലൂടെ വർക്ക് എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കും. ഈ വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് ലോങ് ടേം റെസിഡൻസ് പാത്വേയിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. ഹംഗറി സെലക്ട് ചെയ്യുന്നത് ഒരു ഡിഗ്രി എടുക്കാനുള്ള തീരുമാനം മാത്രമല്ല, കരിയർ, ലൈഫ് സ്റ്റൈൽ, സ്റ്റെബിലിറ്റി എല്ലാം കമ്പൈൻ ചെയ്യുന്ന ലോങ് ടേം പ്ലാനിംഗ് കൂടിയാണ്. ശരിയായ കോഴ്സ്, റിയലിസ്റ്റിക് ബഡ്ജറ്റ്, എക്സ്പേർട്ട് ഗൈഡൻസ് ഇവ മൂന്നും ഒത്തുചേരുമ്പോൾ യൂറോപ്പ് ജേർണി സ്മൂത്ത് ആയിരിക്കും. സ്റ്റഡി അബ്രോഡ് പ്ലാൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഗസ് വർക്ക് വേണ്ട. ക്ലാരിറ്റി കിട്ടാനായി JNS ഗ്ലോബലിനെ കണക്ട് ചെയ്യും.